ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ട്രേഡിങ്ങിന് ശേഷം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിലനിന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഏകദേശം 32 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് 14,707 മുകളിൽ ഇന്ന് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് കണ്ടത്. ഏകദേശം ഒരു 7 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ മാത്രമാണ് സെൻസെക്സിൽ റിപ്പോർട്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 140 പോയിൻറ്റ്സിന് മുകളിലുള്ള ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ സെക്ടർ ആയിരുന്നു വീണ്ടും ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടായിരുന്നത്. അതേ തുടർന്ന് റിയാലിറ്റിയും ഇന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാങ്കിങ് സെക്ടറുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സെല്ലിംഗ് തുടരുകയും ചെയ്യുന്നു. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, ONGC, UPL ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 14,600 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിൽ ഒരു സപ്പോർട്ടിനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഇന്ന് വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. എന്നിരുന്നാലും പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിനെ ബ്രേക്ക് ചെയ്തിട്ട് എൻഡായിട്ടില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിനുള്ളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസൈഡ് ബാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ്. അപ്പം വീണ്ടും ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ളൊരു പിടിവലി അല്ലെങ്കിൽ ഒരു വടംവലിയൊക്കെ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബയേഴ്സ് ഈ ഒരു റേഞ്ചിലൊരു സപ്പോർട്ടിനായിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലൊരു സമയത്ത് കാണുന്നു. അപ്പോൾ 14,600 എന്ന് പറഞ്ഞ റേഞ്ചിൽ നമുക്ക് നിലനിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊരു കൺസോളിഡേഷനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു 14,600 ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു 14,300, 14,200 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇനി നമുക്ക് നിലനിൽക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് 14,850, 14,900 ആ ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകളായിരിക്കും അടുത്തൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് മാർക്കറ്റിൽ തരാനായിട്ടും നിലനിൽക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ചുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന ദിവസങ്ങളിലും ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ളൊരു കൺഫർമേഷൻ, ബ്രേക്കൗട്ടിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ അടുത്തൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ RSI ഇൻഡിക്കേറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കൂൾ ഓഫുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റാലിക്കുള്ളൊരു സ്പേസ് നമുക്ക് ഇനിയും വീണ്ടും മാർക്കറ്റിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത് 34,920 റേഞ്ചുകളിലാണ് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചുകളും നിങ്ങൾ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ US ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഒരു സൈഡ് വേ റാലിയോ അല്ലെങ്കിൽ ഒരു മിക്സഡ് റാലിക്കുള്ളൊരു സാധ്യതകൾ US മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. FTSE ബോർഡറിൽ നെഗറ്റീവ് സൈഡിൽ ടെറിട്ടറിയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡ് ട്രെൻഡുകൾ തുടരുന്നു. SGX നിഫ്റ്റി ഒരു 22 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് എഗൻസ്റ്റായിട്ട് വീണ്ടും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. 72.46 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ 1,569 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ലിംഗ് മോഡിലേക്ക് അവർ 2 ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നും 216 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി അത്ര സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസും ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു മൂഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് റിവേഴ്സലിൻ്റെ ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലൊരു 3,048 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് അടുത്തൊരു റാലി 3,261, 62 വരെയുള്ള 70 വരെയുള്ള റാലികൾ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വീണ്ടും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളത്തെ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു 1,020 മുകളിൽ 1,021 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ വോൾട്ടാസിലും നമുക്കൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നു. ഇനി ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ ബുള്ളിഷ് റാലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ തുടരാവുന്നതാണ് ഈ ഒരു സമയത്തും. ഇനി ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ അനലിസ്റ്റുകളൊക്കെ അവരുടെ ടാർഗറ്റ് പ്രൈസ് റേസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് സ്റ്റാൻസ് ഒക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ വരാൻ പോകുന്ന അതിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലൊക്കെ വീണ്ടും അവരുടെ മാർക്കറ്റ് ഷെയറുകൾ വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മിക്ക അനലിസ്റ്റുകളും അവരുടെ ടാർഗറ്റ് പ്രൈസും അതുപോലെ തന്നെ റേറ്റിംഗും ഒക്കെ വീണ്ടും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഒരു ബ്രേക്കൗട്ടുകൾ നടക്കുകയാണ് എങ്കിൽ നമുക്കൊരു അടുത്തൊരു എൻട്രി ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ അടുത്തൊരു 5 വർഷത്തെ ഒരു പ്ലാനുകളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ളൊരു പ്ലാൻസൊക്കെയാണ് കമ്പനിയും അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി UPLനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇവരുടെ ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് റിവേഴ്സലിനൊരു സാധ്യതകൾ നമുക്ക് കണ്ടുവരുന്നു. അപ്പം ഈ ഒരു റാലി തുടരുകയാണ് എങ്കിൽ നമുക്കൊരു 595 വരെയുള്ള റാലികളുടെ സാധ്യതകൾ നമുക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വേറൊന്നും അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്ലാന്റിൽ ഒരു ബോയിലറിൽ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതെല്ലാം അണ്ടർ കൺട്രോളിലാണ് എന്നും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റുകൾ വന്നിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ നേവിയുടെ ഒരു ടെൻഡറിൽ അവർ ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഓർഡറിൻ്റെ വർത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1000 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഓർഡറുകളിൽ നിന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ നല്ലൊരു വോളറ്റിലിറ്റി കാണാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 40-50 രൂപയുടെ ഒരു വോളറ്റിലിറ്റിയാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിലുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നും കല്യാണി M4 വെഹിക്കിളിൻ്റെ സപ്ലൈക്കായിട്ട് ഒരു ഓർഡറുകൾ വിൻ ചെയ്തിരിക്കുന്നു. ഏകദേശം 177.95 കോടി വർത്ത് ചെയ്യുന്ന ഡീലാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗായത്രി പ്രൊജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം 1323 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഒരു ഒരു ഹൈവേയുടെ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ ഒരു ഹൈവേ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊജക്റ്റുകൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് എയർടെലിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്വാൽക്കോമുമായിട്ട് ഒരു 5Gയുടെ ഇന്ത്യയിൽ 5G റോൾ ഔട്ടുകൾ നടത്തുന്നതിനായിട്ടുള്ള ഒരു കൊളാബറേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാൽക്കോമിൻ്റെ 5G പ്ലാറ്റ്ഫോം 5G RIN പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു കൊളാബറേഷനാണ് ഇപ്പം ക്വാൽക്കോമായിട്ട് എയർടെൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് അദാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം അവരും എഡ്ജ് കണക്സുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ 50-50 എന്ന റേഞ്ചിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഡാറ്റാ സെൻറ്ററുകൾ നിർമ്മിക്കാനും അതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്നാണ് അദാനി കണക്സ് എന്ന പേരിൽ ഇവർ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളം ഇവർ 2022 ഇവരുടെ ടോട്ടൽ ഡെപ്റ്റിൽ $2.9 ബില്യൺ കുറവുകൾ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസുകൾ ഇന്ന് ഹിൻഡാൽക്കോയ്ക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് നിന്നിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ സുവാരി അഗ്രോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോവയിലുള്ള ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ് ഏകദേശം 2030 കോടിയുടെ ഡീൽ വഴിയായിട്ട് വിൽക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ഗോവ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 2020 വരെയുള്ള ഒരു നെറ്റ് വർത്ത് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ടെറിട്ടറിയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇവർ വിൽക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു അപ്മൂവുകൾ കാണാനുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഡയലിൻ്റെ സ്റ്റോക്കിലും ഒരു ഡോജി പാറ്റേൺ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ഡോജി പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് സോണിൻ്റെ അടുത്ത്. അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതകൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഡയലിലും ഒരു എൻട്രി പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ക്യുമിൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ക്യുമിൻസ് ഇന്ത്യയിൽ നമുക്കൊരു പോസിബിലിറ്റി പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫ്യൂൾ ഡിമാൻഡ് തീർച്ചയായിട്ടും 3-ാമത്തെ മാസത്തിലും ഫ്യൂൾ ഡിമാൻഡിലൊരു കുറവുകൾ വരുന്നു എന്ന രീതിയിലൊരു ആർട്ടിക്കിൾ ഇന്ന് കാണാനുണ്ടായിരുന്നു ബ്ലൂംബർഗിൽ. അപ്പോൾ ഈ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ 3.3% ഡിക്ലൈൻ വന്നിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓയിൽ പ്രൈസസിൽ വീണ്ടും വർധനവുകൾ വന്നിരിക്കുന്നു എന്നും ഒരു അപ്ഡേറ്റുകൾ കാണാനുണ്ടായിരുന്നു. അതേ തുടർന്ന് ONGCയിലൊക്കെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഒരു വർധനവുകൾ ഇന്നും നടന്നിരിക്കുന്നു. ഇനി IPO സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെയർ ആൻഡ് ബൈ ഇൻഡസ്ട്രീസിൻ്റെ IPO Day 1 ആയിരുന്നു ഇന്ന്. ഒരു ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 85% സബ്സ്ക്രിപ്ഷനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ Day 1 1.64 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷനും അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ Day 1 തന്നെ നല്ലൊരു റെസ്പോൺസാണ് ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസം ഇനി നമുക്ക് 2 ദിവസം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഒരു IPO ഒക്കെ അനലൈസ് ചെയ്യുക. അപ്പം അതേ തുടർന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനി അടുത്തായിട്ട് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പിലെപ്സി ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ബ്രിവാരസെറ്റം എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ്റെ എല്ലാ റേഞ്ചിലുള്ള ഒരു മെഡിസിൻ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇന്ത്യയിൽ ലഭ്യമാക്കും എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിവർക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് മാർക്കറ്റിനെ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളും ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളൊരു കോഷ്യസ് ആയിട്ടുള്ളൊരു എൻട്രികൾ എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ നിഫ്റ്റിയുടെ ലെവലുകളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.